Welcome you all to Competitive Cracker. I am Kavya. NET Economics crack ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയി തോന്നുന്നുണ്ടോ? നെറ്റ് എക്കണോമിക്സിൽ ഏത് മൊഡ്യൂളാണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയി തോന്നുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ? ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണോ? ആണോ? ആയിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്നെല്ലാം MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമുക്കൊന്ന് നോക്കാം. So first question, nature of statistical inferences. Option A objective, option B descriptive, option C inductive, option D deductive. ഏതായിരിക്കും? Yes, ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ ബേസിക്കലി സ്റ്റാറ്റിസ്റ്റിക്കൽ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് ഒരു സാധാരണ രീതിയിൽ ഒരു കാര്യം പറയുന്നതും സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് വെച്ച് പറയുന്നതും രണ്ടും വ്യത്യസ്തമാണ് അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് വെച്ച് പറയുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ എന്താ ബേസിക് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ എന്താണ് അവിടെ കൂടുതലായിട്ടും വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് തന്നെയാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, ആ സ്റ്റാറ്റിസ്റ്റിക്കൽ സംഭവത്തിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് പറയുകയാണ് ചെയ്യുന്നത്. rather than അതൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുകയല്ല. ഇൻഡക്റ്റീവ്, എന്താ ഇൻഡക്റ്റീവ്? പെർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക് പോവുകയല്ല. ഡിഡക്റ്റീവ്, ജനറലിൽ നിന്ന് പെർട്ടിക്കുലറിലേക്ക് പോവുകയല്ല. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമ്പോൾ തന്നെ വളരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് പറയാറുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു രീതിയിലും കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി തന്നെയാണ്, ഡിസ്ക്രിപ്റ്റീവ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കളയാം. ഓക്കെ, the shape of a frequency curve cannot be option A J-shaped, option S-shaped, option C U-shaped and option D V-shaped. എന്തായിരിക്കും? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരിക്കലും എന്താവാൻ പാടില്ല, ഒരു വി ഷേപ്ഡ് ആയിട്ടുള്ള നൊട്ടേഷൻ അല്ലെങ്കിൽ വി ഷേപ്ഡ് ആയിട്ടുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വരാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് അറിയുന്ന, കാരണം നമ്മളൊരു ഫ്രീക്വൻസി കർവ് നമ്മൾ പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ ഏരിയയിൽ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ ഈ റെപ്രസെന്റേഷൻ മേഖലയിലേക്കെല്ലാം നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കേർവ്സ് എന്ന് പറയുന്നതും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ കേർവ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എടുത്തൊന്ന് വരച്ചു നോക്കിക്കേ, ജെ ഫോമിൽ കിട്ടൂലേ, എസ് ഫോമിൽ നമുക്ക് കിട്ടൂലേ. പക്ഷെ ഒരിക്കലും എന്ത് വരില്ല, വി ഷേപ്പില് അത് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പൊ എന്താണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. യെസ്, വി ഷേപ്ഡ്. ഓക്കെ ഓക്കെ, നമുക്കപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The lowest and the highest value that can be included in a class are called option A class interval, option B class frequency, option C class limit and option D class midpoint. എന്തായിരിക്കും വരുന്നത്? യെസ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയി വരുന്നത്. ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലോവസ്റ്റ് ഹയസ്റ്റ് എങ്ങനെ വരും? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, 0 to 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാ ബേസിക്കലി വരിക? 10 ആയിട്ട് ഉണ്ടാവൂലേ? അപ്പൊ എന്താണ് നമ്മൾ അവിടെ ബേസിക്കലി പറയുന്നത്, അല്ലെങ്കിൽ 10 ആയിരിക്കും അതിന്റെ ഇന്റർവൽ എന്ന് പറയുന്നത് ആണല്ലോ. യെസ്, അപ്പൊ എന്താണ്, നമുക്ക് അതിനെ ക്ലാസ് ഇന്റർവൽ എന്നല്ല പറയുന്നത്. ലോവസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ്, ലോവസ്റ്റ് ഹയസ്റ്റ് വാല്യൂ that can be included എന്നാണ് ചോദിക്കുന്നത് അല്ലേ? യെസ്, അപ്പൊ എന്താണ് അത്? ക്ലാസ് ഫ്രീക്വൻസിയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. The span of a class, that is the difference between upper and lower limit. കണ്ടോ? അപ്പൊ നമ്മൾ 0 to 10 എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ചിലപ്പോൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാകും, അതെന്താ ടീച്ചർ, ക്ലാസ് ഇന്റർവൽ അല്ലേ? അല്ല, സ്പാൻ ഓഫ് എ ക്ലാസ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ, ഇപ്പൊ 10 എന്ന് പറഞ്ഞ് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനേ പറ്റും? അതിനെ ക്ലാസ് ഇന്റർവൽ. ഇപ്പൊ 0 to 10 നമുക്ക് ഇതിന്റെ ക്ലാസ് ഇന്റർവൽ എത്രയാന്ന് പറയാം? ക്ലാസ് ഇന്റർവൽ എന്ന് പറയുന്നത് 10 ആണെന്ന് പറയാം അല്ലേ? പറഞ്ഞൂടെ? യെസ്, അപ്പൊ അതിനെയാണ് ആ സ്പാൻ ഓഫ് എ ക്ലാസ്, ക്ലാസ് എത്രയാണ് ആ ബേസ് വരുന്നത്, എത്രയാണ് ആ ഇന്റർവൽ വരുന്നത്, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ് വരിക. ക്ലാസ് ഇന്റർവൽ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം, the number of observations corresponding to the particular class is known as option A class midpoint, option B class limits, option C class frequency, option D class interval. എന്തായിരിക്കും റൈറ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ക്ലാസ് ഫ്രീക്വൻസി. ഇപ്പൊ നമ്മൾ എഴുതുക 0 മുതൽ 10 വരെ മാർക്ക് കിട്ടിയ കുട്ടികൾ 15 പേരാണെന്ന് പറയുകയാണെങ്കിൽ this will be your frequency, this will be your class frequency. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. What is a cumulative percentage curve called? Option A frequency polygon, option B
ഫ്രീക്വൻസി ഡെൻസിറ്റി കർവ്, ഓപ്ഷൻ സി ഒജീവ് കർവ്, ഓപ്ഷൻ ഡി ലോറൻസ് കർവ്. എന്തായിരിക്കും റൈറ്റ് ആൻസർ? ഒജീവ് ആണ് വരുന്നത് അല്ലേ? നമ്മൾ ക്യുമുലേറ്റീവ്, ലെസ് ദാൻ ക്യുമുലേറ്റീവ്, മോർ ദാൻ ക്യുമുലേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് വരച്ചു പഠിച്ചിട്ടില്ലേ? ഒജീവ് തന്നെയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഒരു ഡൗട്ടും വേണ്ട, ക്യുമുലേറ്റീവ് പെർസെന്റേജ് കർവ് എന്ന് കണ്ടാൽ ഈ ക്യുമുലേറ്റീവ് എന്നുള്ള ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ റൈറ്റ് ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി, അതായത് ഒജീവ് കർവ് തന്നെയാണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം കുറച്ചൊരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു, ഇനി എന്തൊക്കെ നമ്മൾ പഠിക്കണം, ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ? ഈ ഒരു ബേസിക് ഐഡിയ തന്നെ അതിലും കൂടുതലായിട്ടുള്ള PDF നോട്ട്സ്, ലൈവ് ക്ലാസ്സസ് ഇതൊക്കെയാണ് CC നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ UGC NET എക്കണോമിക്സിന്റെ കോഴ്സസ് ഓൾറെഡി തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സ് കൂടാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നെറ്റിന്റെ കോഴ്സ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്. ഇനി UGC NET മാത്രമാണോ? അല്ല, CSIR ഫിസിക്സ് ജനറൽ പേപ്പർ, അതാണ് അല്ലേ മിക്ക കാൻഡിഡേറ്റ്സിനും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. സബ്ജക്റ്റ് ഓക്കെ ആണ്, ബട്ട് ജനറൽ പേപ്പർ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിയിട്ടുണ്ടോ ഫ്രണ്ട്സ്? തോന്നിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ CC നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നെറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ള, GRF വരെ ക്വാളിഫിക്കേഷൻ ഉള്ള, PhD വരെ ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തു തരുന്നത്. അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള മെന്റർഷിപ്പ് ഉണ്ട് GRFന് വേണ്ടി. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ, യെസ്, ആ ഒരു റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് എത്തുക. അപ്പൊ അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ മെന്റർഷിപ്പ് ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 200+ സ്റ്റുഡിയോ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോക്കിക്കേ, 200-ൽ പരം ആര് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും? യെസ്, ഞങ്ങളുടെ CC ടീം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. 2000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, നമുക്കറിയാലേ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അപ്പൊ എന്താണ് ഇവിടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നെറ്റില് മിക്കപ്പോഴും നിങ്ങൾ നോക്കിയാൽ, അതിന്റെ നേച്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, റിപ്പീറ്റഡ് ആയിട്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ, മുമ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുമായിരുന്നു. ഇപ്പം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരും. പക്ഷേ എന്താണ്, പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യന്റെ ആ ഒരു, ഇപ്പൊ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആണെങ്കിൽ ന്യൂമറിക്കൽ ഫാക്ടർ മാറും എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെയുള്ള റെപ്രസെന്റേഷൻ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ബട്ട് എന്താണ്, ആ സെയിം ക്വസ്റ്റ്യനെ തിരിച്ച് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. വാട്ട് ഇസ് ഡിമാൻഡ് എന്ന് ചോദിക്കുന്നതിന് പകരം ഡിമാൻഡിന്റെ അപ്ലിക്കബിലിറ്റി ചിലപ്പം ചോദിച്ചേക്കാം. അതുപോലെ തന്നെ ലൈവ് സെക്ഷൻസ് നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ 1 year വാലിഡിറ്റി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ. കുട്ടികൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്നതും അത് തന്നെയാണ്. എങ്ങനെയാണ് 1 yearൽ ഞങ്ങൾക്ക് ഈ കോഴ്സ് കിട്ടുമോ? ഇപ്പൊ ഞങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത തവണത്തേക്ക് ഞങ്ങൾക്ക് ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? ഷുവർ, വിത്ത് അപ്ഡേറ്റഡ് വെർഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റഡി നോട്ട്സ് എന്ന് പറയുന്നത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ-ആപ്പ് എക്സാംസ് ഫോർ ഈച്ച് സബ് ടോപ്പിക്, നിങ്ങൾക്ക് ഒരു റിയൽ ആയിട്ട്, നമുക്കറിയാം ഇതൊരു ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു റിയൽ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പാനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഇല്ലാതാക്കാൻ പറ്റൂ. അപ്പൊ അതെല്ലാം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പറ്റേറ്റീവ് ക്രാക്കർ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഇനി വെയിറ്റ് ചെയ്യണോ? ഇത്രയും ഓപ്ഷൻസ് കിട്ടുന്നു, 1 year വാലിഡിറ്റിയും ലഭിക്കുന്നു അല്ലേ? എന്തിനാണ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം? ഇപ്പോൾ തന്നെ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, കോഴ്സിന് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗ്രാഫിക്കൽ മെത്തേഡ്? ഗ്രാഫിക്കൽ മെത്തേഡ് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഫ്രീക്വൻസി, പോളിഗൺ, ഹിസ്റ്റോഗ്രാം, ഒജീവ്സ്, മീൻ. ഒന്നും നോക്കണ്ട അല്ലേ, റൈറ്റ് ആൻസർ മീൻ ആയിരിക്കും. കാരണം മീൻ എന്ന് പറയുന്നത് അതൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് പറയുന്നത്. മീൻ, മീഡിയൻ, മോഡ്. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഉണ്ട്, റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെ പോകുന്നു അല്ലേ? യെസ്. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻവോൾവ്സ് ഓപ്ഷൻ എ collection of data, option B classification of data, option C tabulation, option D none of the above. And the right answer is collection of data ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇമ്പോർട്ടന്റ് അല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ആണ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റ നടത്തണം. അത് ഇമ്പോർട്ടന്റ് അല്ലേ? ക്ലാസിഫൈ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് കളക്ഷൻ ചെയ്യണ്ടേ? ഡാറ്റ കളക്ട് ചെയ്താലല്ലേ നമുക്ക് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അപ്പൊ എന്താണ് ഇവിടെ ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത് ക്ലാസ് മാർക്ക്, നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്ലാസ് മാർക്ക് is also called class midpoint. Option A, option B, the midpoint of lower and upper class limit,
Option C obtained by adding the lower and upper class limits and dividing by 2, and option D all of the above. റൈറ്റ് ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി എബവ് തന്നെയാണ്. കാരണം ക്ലാസ് മാർക്കിനെ നമ്മൾ ക്ലാസ് മിഡ് പോയിന്റ് എന്ന് വിളിക്കാറുണ്ട്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോവർ ആൻഡ് അപ്പർ ക്ലാസ് ലിമിറ്റ്സിനെ എന്ത് ചെയ്യാണ്? കൂട്ടിയിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് അല്ലേ. നമ്മൾ നോക്കിക്കേ, ഇപ്പൊ 20 to 30 എന്ന് നമ്മൾ പറയുന്നു. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 30 plus 20 divided by 2 എത്ര വരും? 30 plus 20 is 50. 50 by 2 നമുക്ക് എത്ര വരും? 25. അപ്പൊ നമ്മളുടെ എന്താണ് ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ ക്ലാസ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? 25 ആണ്. തന്നെയല്ലേ എല്ലാത്തിലും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. യെസ്. സോ എ ബി സി എല്ലാം വരും നിങ്ങളുടെ ആൻസറിൽ. സോ ഓപ്ഷൻ ഡി is your right answer. അടുത്ത ചോദ്യം, the median is option A not affected by extreme scores, option B the middle point, option C the average, option D the highest number. ഇവിടെ രണ്ടെണ്ണവും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. മിഡിൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടും വരാം, അതുപോലെ തന്നെ ഇറ്റ് ഇസ് നോട്ട് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം സ്കോർസ്, രണ്ടും വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അടുത്ത ചോദ്യം, the most frequency occurring number in a set of value. നമുക്ക് എല്ലാവർക്കും അറിയണതാ അല്ലേ, അത് ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് പറയാം മോഡാണ്. ഏറ്റവും കൂടുതൽ തവണ ഇപ്പൊ നമുക്ക് എന്താണ് ചോദിക്കുക? 2, 3, 2, 2, 4, 1 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മോഡ് എന്താ? 2 അല്ലേ? ഏറ്റവും കൂടുതൽ തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നത് 2 ആണ്. 2 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? മോഡ് എന്ന് പറയുന്നത് 2 ആണെന്ന് പറയാം അല്ലേ? യെസ്. അടുത്ത ചോദ്യം, which of the following is not a measure of variability? Option A median, option B range, option C standard deviation, option D variance. നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ എ മീഡിയൻ ആണ്. കാരണം മീഡിയൻ എന്ന് പറയുന്നത് അതൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. കണ്ടോ, സിമ്പിൾ അല്ലേ ചോദിക്കുന്നത്? വലിയ ലെവൽ ഓഫ് ആപ്ലിക്കബിലിറ്റി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. അടുത്ത ചോദ്യം, which measure of central tendency takes into account the magnitude of scores? Option A mean, option B median, option C mode, option D range. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബേസിക്കലി എ ആണ്. അതായത് മീൻ ആണ് എടുക്കുന്നത്. അവിടെ എന്താണ്? മാഗ്നിറ്റ്യൂഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു ആവറേജ് ബേസ്ഡ് ആണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ മീൻ. അടുത്തത് ഡെൻസിറ്റി ടെസ്റ്റ്. ഇതുപോലെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ആ ടെസ്റ്റുകൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡെൻസിറ്റി ടെസ്റ്റ് ഉണ്ട്. അത് എന്തിനാ വെച്ചാൽ ക്വാർട്ടൈൽ കണ്ടുപിടിക്കാം, മോഡ് കണ്ടുപിടിക്കാനാണോ, മീൻ ആണോ, മീഡിയൻ ആണോ, ഇതിൽ ഏതാണെന്നാ ചോദിക്കുന്നത്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബേസിക്കലി മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെൻസിറ്റി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. എത്രത്തോളം ഉണ്ട് ആ ഒരു നമ്പർ. ഇപ്പൊ നമ്മൾ 2, 4, 1, 2, 2, 3 എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ട് ആ നമ്പർ ആ ഒരു സീരീസിൽ, അതിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ വി മേക്ക് യൂസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫോം ഓഫ് ഡെൻസിറ്റി ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is positional average? Option A median, option B mode, option C both A and B, option D none of the above. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മീഡിയനും മോഡും അവിടെ വരും. ഓക്കെ, അവിടെ നമുക്ക് എന്താണ് ജനറലി ഒരു ആവറേജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? നമുക്ക് മീൻ ആണെന്ന് പറയാം. അടുത്ത ചോദ്യം, യെസ്, which of the following is a mathematical average? Option A mean, option B geometric mean, option C harmonic mean, option D all of the above. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഓപ്ഷൻ ഡി ആണ്. കാരണം മീൻ, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ ഇതൊക്കെ എന്താണ് ജനറൽ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ആവറേജുകളാണ്. Which mean is used to find the average percent increase in variables? Option A geometric mean, option B harmonic mean, option C arithmetic mean, option D none of the above. റൈറ്റ് ആൻസർ എന്താണ്? നമുക്ക് ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ജിയോമെട്രിക് മീൻ ആണ്. Which is considered to be the best average in the construction of index number? Option A arithmetic mean, option B geometric mean, option C harmonic mean, option D none of the above. And the right answer is option B ആണ് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രിക്ക് പറഞ്ഞു തരാമേ. CC പ്രൊവൈഡ് ചെയ്യണം ആ ട്രിക്ക്. ഓക്കെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ തരികയാണെങ്കിൽ മിക്കപ്പോഴും ജിയോമെട്രിക് മീൻ തന്നെയായിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. അതൊരു ട്രിക്കാണ്. ഇതുപോലെയുള്ള ഒരുപാട് ട്രിക്സ് ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ തരികയാണെങ്കിൽ ആ ഓപ്ഷനിൽ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ ഓൾ ഓഫ് ദി എബവ് തന്നിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഓൾ ഓഫ് ദി എബവ് ആയിരിക്കും റൈറ്റ് ആൻസർ ആയി വരുന്നത്. അപ്പൊ ഈ ട്രിക്കൊക്കെ അറിയണ്ടേ? അറിയണം അല്ലേ? അതിനെന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ
CC-യിൽ ജോയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ആ ട്രിക്കുകളൊക്കെ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റൂ. നമ്മൾ സിലബസ് പഠിച്ചത് കൊണ്ടോ ഹോൾ ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ പഠിച്ചത് കൊണ്ടോ നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഇമ്പോസിബിൾ. കുറച്ച് ട്രിക്ക് വേണം. ആ ട്രിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എവറിത്തിങ് ബിക്കംസ് ഈസി. അടുത്തത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വിച്ച് അപ്പിയേഴ്സ് ഇൻ ദ മിഡിൽ ഓഫ് എൻ ഓർഡേർഡ് സീക്വൻസ് ഓഫ് എ values is option A mode, option B mean, option C median, option D none of the above. And the right answer is option C ആണ്, median ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. കാരണം മിഡിൽ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? യെസ്. അടുത്തത് the most commonly observed value in a set of data. Very simple question അല്ലേ? ഓപ്ഷൻ എ mean, ഓപ്ഷൻ ബി mode, ഓപ്ഷൻ സി median, ഓപ്ഷൻ ഡി none of the above. മോഡ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു കാണും അല്ലേ? എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് മേഖലയ്ക്കാണ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ഒരു വിധത്തിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? യെസ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഒരു പ്ലാൻ ഫോർമുലൈസ് ചെയ്യുക, പഠിക്കുക. എങ്ങനെ പ്ലാൻ പ്രിപ്പയർ ചെയ്യണമെന്നല്ലേ? അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ഫോൺ എടുത്ത് വിളിക്കുക, ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.